ഇന്നലെ മുതൽ നമ്മളുടെ എല്ലാവരുടെയും ചോര തിളക്കിയാണ്. നമ്മളെ രാജ്യത്തിനോട് ആരാണോ ഈ ഒരു അറ്റാക്ക് ചെയ്തത് അതിൽ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ചത് ഇവിടെ നമ്മളെ ഇന്ത്യൻ ആർമി ബുള്ളറ്റ് ഇടുന്നത് വരെ നമുക്ക് ആ ഒരു ദേഷ്യം അടങ്ങില്ല. ഇന്ത്യൻ ആർമിയിൽ നമുക്കുള്ള വിശ്വാസം അതാണ്, അവരത് ചെയ്തിരിക്കുന്നുള്ളത്. എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ കുറച്ച് പേരുടെ പോസ്റ്റ്, അതിൻ്റെ കമൻറ്റ് ബോക്സ്, ഓക്കെ, ഇതാണ് ഈ ഒരു കോണ്ടൻറ്റ്. ദിയ കൃഷ്ണ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സ്റ്റോറീസ് ഇടുന്നുണ്ട്. ഓക്കെ, അതിൽ ഒരു സ്റ്റോറി അവരിപ്പോൾ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്തു. അവരിട്ട സ്റ്റോറിയുടെ ഹാഷ്ടാഗ് അവർ ഫ്രണ്ടിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് എന്താ പറയുക, വേക്കപ്പ് ഹിന്ദുസ്. ഇതാണ് അവർ കൊടുത്തിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിയുടെ ടോപ്പിൽ വെച്ചിട്ടുള്ള ഹാഷ്ടാഗ്. ദിയ കൃഷ്ണയെ പോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ അവർ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ രാജ്യം ഇപ്പോൾ എന്താ നേരിട്ട് കൊണ്ടിരിക്കുന്നത്? ഭീകരാക്രമണം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ ഇന്നും പറയുന്നു, ഭീകരർക്ക് അവർക്കൊരു പ്രത്യേക രാഷ്ട്രീയം, പ്രത്യേക മതം, നോ. അവർ ഭീകരരാണ്. ഭീകരാക്രമണമാണ് അവർ ചെയ്യുന്നത്. ഇന്ത്യക്കെതിരെ നടക്കുന്ന ഭീകരതയ്ക്കും ഭീകരാക്രമണത്തിനും ഒറ്റ മുഖമേ ഉള്ളൂ, ദാറ്റ് ഈസ് ബ്ലഡി പാകിസ്ഥാനാണ്. ഇതിനിടയിൽ കൊണ്ടുവന്നിട്ട് വെയ്ക്കപ്പ് ഹിന്ദുസ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു ഹാഷ്ടാഗ് വിട്ട് അതിലൊരു കൈ കൂപ്പി പിടിച്ചിട്ടുള്ള ഒരു സാധനം ഇട്ട് വെക്കുന്നത് കൊണ്ട് ദിയ കൃഷ്ണ നിങ്ങൾ എന്താണ് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്? ഇവിടെ ഭീകരാക്രമണം നമ്മുടെ മണ്ണിൽ നടത്തുന്നവർക്ക് അവരുടെ മോട്ടീവ് എന്താണ്? ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ വേർതിരിവുണ്ടാവണം നമ്മളെ രാജ്യത്ത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിക്കണം നമ്മളെ രാജ്യത്ത്. സമാധാനത്തിൽ പോകുന്ന കശ്മീരിൽ സമാധാനം ഉണ്ടാവാൻ പാടില്ല. അവിടെയും ഹിന്ദു മുസ്ലിം എന്നുള്ള ഫൈറ്റ് നടക്കണം. ഇതാണ് അവരുടെ മോട്ടീവ്. ഒരു ഇമോഷൻ എല്ലാവർക്കും ഉണ്ടാവും. കാരണം നമ്മൾ കേൾക്കുന്ന ന്യൂസ് എന്താ? ഭീകരാക്രമണം നടത്തിയ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റിനോട് പേര് ചോദിച്ച് ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ച് ഹിന്ദു ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവരെ കൊല്ലുക. അവരുടെ മോട്ടീവ് എന്താണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക, കൊന്നത് മൊത്തം പുരുഷന്മാരെയാണ് അവർ വെടിവെച്ച് കൊന്നിട്ടുള്ളത്. എന്തുകൊണ്ട്? അവരുടെ ആവശ്യം എന്തായിരുന്നു? അവർ മോദിയോട് പോയി പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ലേഡിയോട്. അവർ കൊന്നത് ആണുങ്ങളെ മാത്രമാണ്. ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നു, ആണുങ്ങളെ മാത്രം കൊല്ലുന്നു. സോ അവർക്ക് എന്ത് ഇമേജാണ് പുറത്തു കൊടുക്കേണ്ടത്? ഈ നാട്ടിലെ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ഇടയിൽ അവർ ഇട്ടു തരുന്ന ഒരു തരം വൃത്തികെട്ട ഒരു ഡിവൈഡ് ചെയ്യാനുള്ള ഒരു പ്രത്യേക തരം അജണ്ടയാണത്. കാരണം ആണുങ്ങൾ മൊത്തം മരിച്ചു കിടക്കുന്നു, അതിനടുത്തിരുന്ന് പറയുന്ന സ്ത്രീകളും കുട്ടികളും. ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഇമോഷൻ പൊട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതാണ് അവരുടെ ആവശ്യം. അവരുടെ ആവശ്യം അതായിരുന്നു. ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിക്കുന്നു, ഹിന്ദുക്കളെ കൊല്ലുന്നു. ഹിന്ദു മരിച്ചു കിടക്കുന്ന ഒരാണിൻ്റെ അടുത്തിരുന്ന് കരയുന്ന ഒരു ഹിന്ദു ഭാര്യയും കുട്ടിയെയും കാണുന്ന ബാക്കി ഹിന്ദുക്കൾ ഇന്ത്യയിൽ ചോര തിളയ്ക്കുന്നു, മുസ്ലിങ്ങൾക്കെതിരെ പോകുന്നു. ഇതാണ് ബ്ലഡി അവരുടെ മോട്ടീവ്. അതിനെ എൻടോസ് ചെയ്ത് പിടിച്ച് വന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇങ്ങനെ വേക്കപ്പ് ഹിന്ദുസ് എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ നാട്ടിൽ ഹിന്ദു മുസ്ലിമും തമ്മിലടിക്കണമെന്നോ? എന്തായാലും നിങ്ങളിത് ഡിലീറ്റ് ചെയ്തിട്ട് ഓടി. എന്നിട്ട് നിങ്ങൾ വേറൊരു സ്റ്റോറി അതിന് ശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. കോമഡിയാണ് അതൊക്കെ. ഒരു റിലീജിയനും ഇങ്ങനൊരു ഇന്നസെന്റ് സോളിനെ കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരിതായിപ്പോയി. എന്ത് സ്റ്റാൻഡാണ് നിങ്ങളത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല വേണം. ഓക്കെ, ഇനി ഞാൻ പറയുമ്പോഴാണ്, ഞാൻ ഇന്നലെ പറഞ്ഞു ഭീകരതയ്ക്ക് ഒരൊറ്റ മുഖമുള്ളൂ, അത് പാകിസ്ഥാനാണ്. ഇന്ത്യക്കെതിരെ നടക്കുന്ന ഓരോ ഭീകരാക്രമണവും പാകിസ്ഥാൻ ആണ് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇവിടെ ഈ പറഞ്ഞ ഹിന്ദു ഭീകരത, മുസ്ലിം ഭീകരത, യെസ്, എക്സ്ട്രീമിസ്റ്റുകൾ എല്ലാത്തിലും ഉണ്ട്. ബട്ട് ടെററിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി അവർ ടെററിസ്റ്റുകളാണ്. മനസ്സിലായോ? അതിനകത്തേക്ക് നിങ്ങൾ കുറെ രാഷ്ട്രീയം കൊണ്ടുപോയിട്ടോ മതം കൊണ്ടുപോയിട്ടോ നോ യൂസ്. അവർ ടെററിസ്റ്റുകളാണ്. അവർക്ക് ടെറർ മാത്രമേ അറിയൂ. അവർക്ക് പ്രത്യേകിച്ചൊരു മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. അവരുടെ മതവും രാഷ്ട്രീയമൊക്കെ ടെററാണ്. അത് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മളെ രാജ്യത്തേക്ക് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആലോചിക്കുന്നത് ഈ പറഞ്ഞ ഹിന്ദു മുസ്ലിം ഫൈറ്റാണ്. നമ്മുടെ മേജർ രവി ഇന്നലെ സംസാരിച്ചത് സോൾജർ ആയിട്ടാണ് അയാൾ സംസാരിച്ചിട്ടുള്ളത്. ഇന്നലെ അയാളുടെ രാഷ്ട്രീയം
അയാൾ ആസ് എ രാഷ്ട്രീയക്കാരൻ അതൊന്നുമല്ല. അയാൾ ഇന്നലെ സംസാരിച്ചത് ആസ് എ സോൾജിയർ. അത് ഞാൻ എൻഡോസ് ചെയ്യുന്നു. കൃത്യമായ കാര്യങ്ങളാണ് ഇന്നലെ മേജർ രവി പറഞ്ഞിട്ടുള്ളത്. പണ്ടൊക്കെ പോകുന്ന സമയത്ത് റോഡുകളിൽ മുഴുവൻ പെട്രോളിംഗ് പാർട്ടിയും നിറഞ്ഞു നിന്നിരുന്നൊരു സംഭവം ഒരു പക്ഷേ നമ്മുടെ ഇപ്പോൾ ഈ 370 ആർട്ടിക്കിൾ പോയതിന് ശേഷം 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ശാന്തമായി വന്നുകൊണ്ടിരിക്കുന്നു. ലോക്കൽസിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ലോക്കൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഇവിടെ മിലിറ്റൻസിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള വിദ്വേഷങ്ങളോ ഒന്നും വേണ്ട എന്നുള്ള സിറ്റുവേഷനിലേക്ക് വന്നു. കാരണം എന്ന് വെച്ചാൽ അവർ റിയലൈസ് ചെയ്തു വർഷങ്ങളായിട്ട് ഡിക്കേഡ്സായിട്ട് അവർക്ക് വരുമാനമില്ലാതെ ടൂറിസം ഇല്ലാതെ ജീവിച്ച കുറേ കാലങ്ങളുണ്ട്. ആ കാലത്ത് നിന്ന് പെട്ടെന്നാണ് ഇവർക്കൊരു മാറ്റം സംഭവിച്ചത്. കഴിഞ്ഞ 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞതിൻ്റെ ആ വർഷത്തിനേക്കാൾ കൂടുതൽ ഇപ്പം കഴിഞ്ഞ വർഷത്തിലാണ് ഏറ്റവും അധികം ടൂറിസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,50 ലക്ഷത്തിൽ 1.5 കോടിയോളം ജനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഡൽ ലേക്കിൻ്റെ സൈഡിലൊക്കെ ട്രാഫിക് ജാം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും കേൾക്കാത്ത സംഭവങ്ങളാണ്. അവിടെ വണ്ടികൾ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് 4 മണിക്കൂർ ക്രോസ് ചെയ്യാൻ വേണ്ടി, അത് ഓരോരോ ഗാർഡൻസിലേക്ക് പോകാനുള്ള ആളുകൾ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ലോക്കൽസ് റിയലൈസ് ചെയ്തു യെസ് ദിസ് ഈസ് വാട്ട് ഈസ് ലൈഫ്. അവർക്ക് ഇഷ്ടം പോലെ പോക്കറ്റിൽ കാശ് വരാൻ തുടങ്ങിയ സമയത്ത് ഒരിക്കലും അവർ മിലിറ്റൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ അറ്റാക്ക് നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൺ ദ വേ ടു അമർനാഥ് പോകുന്ന യാത്ര. ഇവിടെ ഏറ്റവും അധികം അമർനാഥ് യാത്രയ്ക്ക് വരുന്ന ആളുകൾ ഈ റൂട്ടിൽ കൂടെ പോകുന്നത്. കാരണം ഷോർട്ട് റൂട്ട് ഡിസ്റ്റൻസ് ആണ്, 40 കിലോമീറ്റർ അവർക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുള്ളൂ. നേരെ വെച്ച് മറ്റേ റൂട്ടിൽ കൂടെ പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ടൂറിസ്റ്റുകളുടെയും ഇത് എവിടേക്കോ നമ്മളുണ്ടല്ലോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ എവിടെയോ വന്നോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് കാണുന്നുണ്ട് ഇതിനകത്ത്. ദിയാ കൃഷ്ണയെ പോലുള്ളവർ, മേജർ രവിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളുടെ ഈ വേക്കപ്പ് സാധനമൊക്കെ നിങ്ങളിട്ട് ഓക്കെ നമ്മളൊക്കെ ഇമോഷണലി ഭയങ്കര ഒരു സീനിലാണ്. പക്ഷേ ആസ് എൻ ഇൻഫ്ലുവൻസർ നമ്മളൊരു കാര്യം പുറത്തേക്ക് പറയുമ്പോഴോ വിടുമ്പോഴോ അതിലൊരു സെൽഫ് ഓഡിറ്റ് വെക്കുക. നമ്മുടെ ഇമോഷൻ്റെ മുകളിൽ നമ്മളൊരു സെൽഫ് ഓഡിറ്റ് വെക്കുക എന്നുള്ളത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. എക്സാക്ട്ലി മേജർ രവി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഇതിനകത്ത് എവിടെയോ നമ്മളെ ഇൻ്റലിജൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ മിലിറ്ററി സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിലും എവിടെയോ എന്ത് ചെയ്തു കുറച്ച് കാമായി, സിറ്റുവേഷൻസ് ഒക്കെ അണ്ടർ കൺട്രോളാണ്. കുറേ ടൂറിസ്റ്റ് വരുന്നു, നാട് നന്നാവുന്നു, അവിടെയുള്ള ലോക്കൽസിൻ്റെ ജീവിതം മാറുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇനി മുന്നോട്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഒരു ചെറുതായിട്ടെങ്കിലും ഒന്ന് ലൂസായി നമ്മൾ, അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്. മനസ്സിലായോ? ആൻഡ് ഇവരുടെയൊക്കെ മോട്ടീവ് എന്ന് പറയുന്നത്, ഇവരുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് ദയവേത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെപ്പോലുള്ള ഒരു ഇത്രയും ഫോളോവേഴ്സ് ഉള്ളൊരു ഇൻഫ്ലുവൻസർ വന്നിട്ട് വേക്കപ്പ് ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം എൻഡോസ് ചെയ്ത് വിടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഈ വൃത്തികെട്ട വേസ്റ്റ് പാക്കേജ് നിങ്ങൾ എൻഡോസ് ചെയ്യണം ഇവിടെ വന്നിരുന്നിട്ട്. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ചെയ്യുന്നതിന് മുമ്പ് ഒരു റീചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഇമോഷൻ്റെ മുകളിൽ നിങ്ങൾ തിങ്ക് ചെയ്യുക. ബിക്കോസ് യു ഹാവ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് യുവർ ഫോളോവേഴ്സ്. ഇനി മേജർ രവി പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇതെന്തൊക്കെയോ എവിടേക്കോ ഈ അതിലൊരാൾ പറയുന്നത് നമ്മൾ കേട്ടാൽ, ഞാനിപ്പോൾ നല്ലൊരു വീഡിയോ കണ്ടായിരുന്നു. പോയി പറഞ്ഞേക്ക് എൻ്റെ കെട്ടിയോടെ ഞങ്ങൾ കൊന്നിരിക്കുന്നു, മോദിയുടെ അടുത്ത് വന്ന് രക്ഷിക്കാൻ പറഞ്ഞു. അവിടെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, യുവമാർ ചോദിച്ചിരിക്കുന്നു അവിടെ ലോക്കൽ, എനിക്ക് അവിടെ എൻ്റെ ലോക്കൽ ആളുകൾ കുറേ ഉണ്ട്, പട്ടാളക്കാരും അതുപോലെ തന്നെ റിട്ടയറായിട്ട് ഞാനൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവരാണ് പ്രൊഡക്ഷനൊക്കെ നോക്കുന്നത്. എന്നാൽ രാത്രി ഒരുത്തം വിളിച്ചിട്ട് പറഞ്ഞു സാബ് ബർബാദ് കല്യാണമാണ്, കരഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഞങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് സർ, പക്ഷെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഇടയിൽ ഇവന്മാർ ചില ഡയലോഗ് അടിച്ചിരിക്കുന്നു ഈ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത്, ഹിന്ദു കോനെ മുസ്ലിം കോനെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈ രാജ്യത്ത് അൺട്രസ്റ്റ് ഉണ്ടാക്കുക, ഇവിടെ മനസ്സമാനത്ത് ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെയും ഇടയ്ക്ക് ഇതുണ്ടാക്കിയിട്ട് ഇത് ഈ ഹിന്ദു കോനെ മുസൽമാൻ കോനെ എന്ന് ചോദിച്ചിട്ട് ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് കൊല്ലുന്നത് കാണിക്കുന്ന സമയത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇത് ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി മുസ്ലിം ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു അത് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ കാശ്മീർ മാത്രമല്ല പലയിടത്തും ഇതിൻ്റെ ഒരു റിപ്പർക്കഷൻസ് ഉണ്ടായിരിക്കും. ഇതുപോലെ തെറ്റിദ്ധാരണകൾ വരുത്തിക്കൊണ്ട് ഉള്ള ഒരു ഭീകരാക്രമണമാണ് ഈ നടന്നിരിക്കുന്നത്. പാകിസ്ഥാനിൽ പോയിട്ട് ഇവിടെ നിന്നുള്ള ആളുകൾ പോലും നമ്മുടെ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് പോലും സൊറോസിനെ പോലുള്ള ആളുകളുടെ ഏജന്റുമാരായിട്ട് നിൽക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട്. രാജ്യദ്രോഹികളുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ആളുകൾ
ഈ ആളുകളൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ്, അത് തന്നെ പെര കത്തുന്ന സമയത്ത് കഴുക്കോൽ ഊര എന്ന് പറയുന്ന പോലെയാണ് ഇതൊന്നും നടക്കുന്നതിൻ്റെ കൂടുതൽ ഈ ഒരു ഡയലോഗും കിട്ടേക്കാം. ഹിന്ദു കോനെ മുസ്ലിം കോനെ, അവന് ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർ, ഞാൻ എൻ്റെ പടങ്ങളിൽ എഴുതുന്ന ഡയലോഗ് ഇത് തന്നെയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ത്യയിലത്തെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മുസ്ലിംസ് ഇല്ല. അപ്പം ഈ ഒരു ഡയലോഗ് എന്തിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് കേൾക്കുന്നവരെന്ത് വിചാരിക്കും? കാശ്മീരിലത്തെ മുസ്ലിംസാണ് ഈ ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതിൽ തോന്നുക. അപ്പം ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയെല്ലാം കമ്മ്യൂണൽ വയലൻസ് ഇറക്കാൻ പറ്റുമെന്ന് ഉള്ളതാണ് ഇവരുടെ എല്ലാം ഉദ്ദേശം. ഈ ലഷ്കർ എ തോയ്ബ എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ, അത് അമീൻദാറിൻ്റെ സമയം തൊട്ടിട്ട്, അത് 80s ഈ അമീൻദാർ, മാഗം വില്ലേജിൽ നിന്നുള്ള അമീൻദാർ ആദ്യം പാകിസ്ഥാനിൽ പോയിട്ട് ട്രെയിനിങ് എടുത്ത് വന്നതിന് ശേഷം അവനായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അവൻ്റെ ലീഡർഷിപ്പിലാണ് ഈ ലഷ്കർ എ തോയ്ബയുടെക്കെല്ലാം ഫുൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഫണ്ടുകളെ വെച്ചുകൊണ്ടായിരുന്നു ഇവരെല്ലാം ചെയ്തിരുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ആളുകൾ ഇന്ന് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ ഉള്ളിൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി പോയിന്റ് ടു പോയിന്റ് മേജർ രവി പറയുന്ന കാര്യങ്ങളിലാണ് ക്ലാരിറ്റി ഉള്ളത്. ഇവിടെ ആവശ്യം ഇതാണ്, ഹിന്ദു മുസ്ലിം തമ്മിലടിക്കണം, അതാണ് അവരുടെ ആവശ്യം. ആ ഒരു ആവശ്യം അത് എക്സാക്ട്ലി നടത്തി കൊടുക്കുന്ന രീതിയിലാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നിങ്ങൾ പോലും വന്നിട്ട് ബ്ലൈൻഡായിട്ട് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ട് പോകുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം. മനസ്സിലായോ? അതൊന്നും ചെയ്യാതിരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനി നെക്സ്റ്റ് ലാലേട്ടൻ. ഓക്കെ, നമ്മളെ ലാലേട്ടൻ ഇന്ത്യൻ ആർമിയുടെ ഒരു ഭാഗമാണ്. സോ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ലാലേട്ടൻ ഒരു പോസ്റ്റ് ഇടും. ഓക്കെ, ലാലേട്ടൻ്റെ പോസ്റ്റ് അവിടെ വയ്ക്കാം. ആ പോസ്റ്റിന് അടിയിൽ വന്ന കമൻറ്റ് സെക്ഷനകത്ത് നിങ്ങളൊന്ന് പോയി നോക്ക്. നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും. മേജർ രവി പറഞ്ഞ ഓരോ കാര്യവും, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം, ഇവിടുത്തെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു സീൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ബാക്കിലുള്ള ആളുകളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഫൈറ്റ് നടക്കുന്നു കമൻറ്റ് ബോക്സിനകത്ത്. അപ്പം മീഡിയ വണ്ണിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് നോക്കിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ സുഡാപ്പി എലമെൻറ്റുകൾ സംഘപരിവാറിനെയും RSSനെയും പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ ഇടുന്നു. ലാലേട്ടൻ്റെ ഫേസ്ബുക്കിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനടിയിൽ കുറേ സംഘ ടീമുകൾ ലാലേട്ടനെയും പൃഥ്വിരാജിനെയും എമ്പുരാൻ സിനിമേനെയും സുഡാപ്പികളെയും പറഞ്ഞ് കുറേ കമൻറ്റ് ഇടുന്നു. എന്താണ് ഈ നാട്ടിൽ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇവരുടെ തലയിലൊക്കെ എന്താണ് കിടക്കുന്നത്? നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ? രാജ്യത്തിനെതിരെയുള്ള ഭീകരാക്രമണവും ഭീകരതയും നടക്കുന്നത് രാജ്യത്തുള്ള 2 മതങ്ങളെ തമ്മിലടുപ്പിച്ചിട്ടാവണം എന്നുള്ള കുറേ പേരുടെ തീരുമാനത്തിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ഒരു അറ്റാക്ക്. അത് കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്ത് പ്ലോട്ട് ചെയ്ത് അവർ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുന്നു. ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളത്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഏത് ജാതി ഏത് മതത്തിൽപ്പെട്ട ഏതൊരാണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്നാണ്. നമ്മൾ അതൊക്കെ മറന്നിട്ട് ഈ ഒരു കണ്ടീഷനിൽ നമ്മളൊക്കെ തമ്മിലടിക്കാനാണോ നിൽക്കേണ്ടത്? ലാലേട്ടൻ്റെ കമൻറ്റ് ബോക്സാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. കുറച്ച് കമൻറ്റുകൾ ഞാൻ വായിക്കാം. അടുത്ത രായപ്പൻ്റെ പടം ഈ തീവ്രവാദി പന്നികളെ വെളുപ്പിക്കുന്നത് ആയിരിക്കും. പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം കഴിഞ്ഞ് വന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സയ്യിദ് മസൂദുമാരെ സൂക്ഷിക്കുക. ഒരു എമ്പുരാൻ കൂടി എടുത്ത് തീവ്രവാദത്തെ വെളുപ്പിക്കും. ഈ സംഭവത്തിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ വെട്ടിമാറ്റി നാളെ നടക്കാൻ പോകുന്നത് മാത്രം ഒരു സിനിമയായി കാണിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതൊക്കെയാണ് മോഹൻലാലിൻ്റെ കമൻറ്റ് ബോക്സ് വരുന്നത്. പേര് ചോദിച്ച് അടിവസ്ത്രം ഉരിഞ്ഞു നോക്കി ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ കൊല്ലുന്നു. ലോകം മുഴുവൻ മതത്തിൻ്റെ പേരിൽ കൊല നടത്തുന്നു. 6-ാം നൂറ്റാണ്ടിൽ നിന്നും ഇപ്പോഴും വണ്ടി കിട്ടാത്തവരെ പേരാണ് സമാധാന മതക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ആളുകൾ വന്നിട്ട് ഈ ലാലേട്ടൻ്റെ കമൻറ്റ് ബോക്സിൽ ലിറ്ററലി ഇവരെ എഴുതിയിടുന്ന ഇതാണ് ഇവിടെ ആവശ്യം. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ദിയാകൃഷ്ണയെ പോലുള്ളവർ വന്നിട്ട് ഇങ്ങനെ വേക്കപ്പ് ഹിന്ദു എന്ന് പറഞ്ഞുള്ള സ്റ്റോറി ഇട്ടിട്ട് എല്ലാവരും കൂടി വേക്കപ്പ് ആക്കാൻ പോകുന്നത് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെയൊക്കെ ഇവരുടെ ട്രാപ്പിൽ ചെന്ന് ചാടാതിരിക്കുക. നമ്മുടെ നാടിനെ കീറി മുറിച്ച് വെട്ടിമുറിച്ച് ഇല്ലാതാക്കുക, ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് ഇതേപോലുള്ള ഭീകരാക്രമണങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ജസ്റ്റ് തിങ്ക്, കുറച്ചെങ്കിലും ചിന്തിക്കുക. രാജ്യത്തിൻ്റെ സമാധാനം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതിനുവേണ്ടി അവർ എന്ത് വൃത്തികെട്ട നാടകവും കളിക്കും, എന്ത് വൃത്തികെട്ട പരിപാടികളും ചെയ്യും. എൻഡ് ഓഫ് ദ ഡേ വി ആർ ഇന്ത്യൻസ്. അത്ര മതി. നമ്മൾ ഇന്ത്യക്കാരാണ്. ഞാനൊരു മുസ്ലിം ഇന്ത്യനാണ്, ഞാൻ ഹിന്ദു ഇന്ത്യനാണ്. നോ, വി ആർ ബ്ലഡി ഇന്ത്യൻസ്. നമ്മൾ ഇന്ത്യൻ സിറ്റിസണാണ്. നമ്മളെ രാജ്യത്തിനെതിരെ ആരെങ്കിലും വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടാണ്. അതായിരിക്കണം, അതാവണം.
അല്ലാതെ ഇവിടെ കിടന്നിട്ട് ഹിന്ദു മുസ്ലിം അടി ഉണ്ടാക്കുന്നതല്ല വേണ്ടത്. ഓക്കെ.